ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു മൾട്ടി കളറായിട്ടുള്ളൊരു ജിമിക്കി സെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് യൂപ്പിൻ ഉണ്ടാക്കിയെടുക്കണം. ഇത് ഹാങ്ങിങ് ബീഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ബീഡ്സ് ഉണ്ടാക്കിയെടുക്കാം. മൂന്നാം കുഴിയിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള ബീഡ്സാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല കൈയിൻ്റെ ഉള്ളം കൈയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ബോൾ ഷേപ്പ് കിട്ടും. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന യൂപ്പിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗുങ്കുറു ബീഡ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഹാങ് ചെയ്യാനായിട്ട് ഒരു യൂപ്പിനും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ജിമിക്കി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു മീഡിയം സൈസ് ജിമിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ജുംക മോൾഡിൽ ക്ലേ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ സെൻറ്ററായിട്ട് ഒന്ന് ഡീപ്പായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എക്സസ് ക്ലേ ഒക്കെ മുകളിലേക്ക് വരും. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജിമിക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒരു എളുപ്പമുള്ളൊരു മെത്തേഡാണ് കേട്ടോ. നമുക്ക് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ക്ലേ ഇങ്ങനെ എടുത്ത് മാറ്റേണ്ടി വരില്ല. നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതിനകത്ത് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും പെന്നിന് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നതാണ്. ചെറിയ ചെറിയ ഡോട്ട്സ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ സെൻറ്ററായിട്ട് കുറച്ചൊരു വലിയൊരു റൗണ്ട് ഇങ്ങനെ വരുന്നത് പോലെ പെന്ന് വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ഗുങ്കുറു ബീഡ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു പ്ലെയർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ഞാൻ ഒരു ജിമിക്കിയിൽ ഞാനൊരു 6 ഗുങ്കുറു ബീഡ്സ് വീതമാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 2 ജിമിക്കിയിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റഡിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുക്കി കട്ടർ യൂസ് ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി വലിയൊരു സൈസാണ് വേണ്ടത്. അപ്പം ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സ്ഥലം വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്തിട്ട് നമുക്ക് കുക്കി കട്ടറിൻ്റെ ആ പോയിൻറ്റിൽ നമുക്കൊന്നും കൂടി ഡീപ്പായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ നമുക്ക് 2 സ്റ്റഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണതാണ്. ഇതുപോലെ കുക്കി കട്ടറിൻ്റെ അളവിൽ ഒരു സ്ക്വയർ ഷേപ്പ്. ഇനി നമുക്കിതിനകത്ത് അടുത്തതിൽ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ സെൻറ്ററായിട്ട് പെന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം. പിന്നെ അതിൻ്റെ സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ അത് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് 4 സൈഡിലും ഓരോ ഡോട്ട് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഡോട്ട്സ് ഫില്ല് ചെയ്ത് കൊടുക്കണേണ്. ഇനി നമുക്കിതിലേക്ക് ഗുങ്കുറു ബീഡ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിലൊരു 3 ഗുങ്കുറു ബീഡ്സ് വീതം 2 സൈഡിൽ അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജിമിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. യൂപ്പിന് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജിമിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 3 ദിവസം നന്നായിട്ട് ഡ്രൈ ആയിട്ട് പിന്നെ നമുക്കിത് ഫയർ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫയർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ഫസ്റ്റ് ബ്ലാക്ക് കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററായിട്ട് ഞാൻ പിങ്ക് കോട്ട് അപ്ലൈ ചെയ്യണതാണ്. അപ്പോൾ കുറച്ച് റെഡിൽ കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പിങ്ക് കളറാക്കിയിട്ട് ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കണതാണ്. അപ്പോൾ രണ്ടിലും നമുക്ക് അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പിങ്ക് കളർ ഒരു 2 കോട്ട് വീതം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജിമിക്കിയിലും മേളിലായിട്ട് നമുക്ക് പിങ്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടുള്ള ഭാഗത്ത് ഞാൻ കോറൽ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഒരു ബോർഡർ പോലെ നമ്മൾ കോറൽ ഷെയ്ഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് ഒരു കോട്ട് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് രണ്ടാമത്തെ കോട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ സെൻറ്ററിലും കോറൽ ഷെയ്ഡ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സെൻറ്ററിൽ വലിയ റൗണ്ടിനും കോറൽ ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ജുമിക്കിയുടെ താഴത്തെ ഭാഗത്തും ഈ കോറൽ ഷെയ്ഡ് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു റെഡിൻ്റെ പോലത്തെ കളർ തന്നെ, കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. നല്ല ബ്രൈറ്റ് റെഡ് അല്ല, ഒരു ലൈറ്റായിട്ടൊരു റെഡ് കളർ തന്നെയാണത്. അതിൻ്റെ സെൻറ്ററിലും ഞാൻ കോറൽ ഷെയ്ഡ് തന്നെ അപ്ലൈ ചെയ്തു. ഇനി ആ ഡോട്ടിലേക്ക് നമുക്ക് ഗോൾഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബീഡ്സിന് ഇതുപോലെ ബ്ലാക്ക് കളർ മതിയെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ചെയ്യാം. ബ്ലാക്ക് കളറും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ബീഡ്സിൽ ഗോൾഡൻ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ് നമുക്ക് ഈ ഗുങ്കുറു ബീഡ്സിൽ കളർ ചെയ്യാനായിട്ട്. പക്ഷെ കുറച്ച് സമയം എടുക്കും അത് ഗുങ്കുറു ബീഡ്സിൽ കളർ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ചെയ്യുമ്പോൾ അത് ജിമിക്കിയിലൊക്കെ ടച്ച് ആവാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ ഈ ഗുങ്കുറു ബീഡ്സിൽ കളർ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലുള്ള ഡോട്ട്സിലും ഞാൻ അതുപോലെ തന്നെ ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജിമിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വാർണിഷ് ചെയ്തെടുക്കണം. കളർ ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വാർണിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെക്കറിൻ്റെ വാർണിഷാണ്. അത് വെച്ച് ജിമിക്ക് ഫുള്ളായിട്ടൊന്ന് വാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജിമിക്കിയിലും ബീഡ്സിലെല്ലാം വാർണിഷ് അപ്ലൈ ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റഡ് പിന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലൂ എടുത്തിട്ട് നമുക്കതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.